എല്ലാം നല്ല സ്പോർട്സ് ബൈക്കിലുണ്ട്. CBR ഉണ്ട്, സുസുക്കിന്റെ G5X, നിഞ്ച. With you I don't ever feel calm. I can feel the sweat inside my palm. ഇവിടെ ഇല്ല, ഫുള്ള് സ്റ്റിക്കർ ചെയ്തിട്ടൊരു വണ്ടിയാണ് സ്വിഫ്റ്റില്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗംഭീരമായ മോഡിഫിക്കേഷൻ, തകർത്തു. മാറ്റ് ഫിനിഷ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഹായ്, മേക്ക് ചാൻ ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നത് നഗോൺപത്തം പ്രൊവിൻസിലെ സ്വിഫ്റ്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള മിഡ് നൈറ്റിൻ്റെ ഷോ നടക്കുന്നുണ്ട്. ഒരുപാട് സ്വിഫ്റ്റിൻ്റെ മോഡിഫൈഡ് കാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ബീച്ചും ഉണ്ട്. അതെല്ലാം നമുക്ക് കാണാം ഈ ഒരു വ്ളോഗിൽ. നമ്മളെ ബാക്ക് കാണുന്നതിന് അടിപൊളിയായിട്ട് നല്ല യെല്ലോ കളറിൽ സ്വിഫ്റ്റ് മോഡിഫൈ ചെയ്ത ഒരു കാറാണ് ഇവിടെ കാണുന്നത്. അപ്പുറത്ത് ഒരുപാട് കാറുകളുണ്ട്, അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. ചാനൽ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഏരിയ ഫുള്ള് എല്ലാ സ്വിഫ്റ്റും ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന. ഫുള്ള് സ്വിഫ്റ്റിൻ്റെ കാറുകളാണ്. ഉണ്ടോ, നല്ല മോഡിഫൈഡ് വണ്ടി. സ്വിഫ്റ്റ്, മിഡ് നൈറ്റ്, തായ്ലൻഡ്, ഈ കാണുന്ന ഫുള്ള് സ്വിഫ്റ്റുകളാണ്. കാണിച്ചു തരാം, ഒരുപാട് സ്വിഫ്റ്റുകളുണ്ട്. ഇവിടെ നല്ല ബ്ലൂ കളറിലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്വിഫ്റ്റ് കണ്ടോ. നല്ല ബ്ലൂ കളറിൽ നല്ല ഗംഭീരമായ ഒരു സ്വിഫ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. സുസുക്കിൻ്റെ വേറെ വണ്ടിയുടെ കാണുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല കണ്ടോ. എനിക്കൊന്ന് രാത്രിയാണെന്നുകൊണ്ട് പരിപാടിയുള്ളത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം മോഡിഫൈഡ് വണ്ടികളാണ്. ഇതിൻ്റെ സൈലൻസിലാണ്ടോ, ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല രസമില്ലാണ് ഇതാ. ഈ മാറ്റ് ഫിനിഷ് ചെയ്ത വണ്ടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ രസം കാണാൻ, ഒന്നും പറയാനില്ല. ഒരു വണ്ടി റിവ്യൂ എന്നെല്ലാം വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും പോലും ഗംഭീരമായിട്ടാണ്. കണ്ട ഒരു അലോയ് വീൽസ് നല്ല ഗംഭീരമാക്കുക. പിന്നെ ആ ഒരു അടിയിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നോക്കിയിട്ട് സ്വിഫ്റ്റ് കണ്ടോ, സ്വിഫ്റ്റ് നല്ല റെഡ് കളറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നല്ല മാറ്റ് ഫിനിഷ് ചെയ്ത നല്ല അടിപൊളി വണ്ടി കണ്ടോ. ഇവിടെ ബ്ലൂ കണ്ടോ, ബ്ലൂ സ്വിഫ്റ്റ്. വണ്ടി തീരുന്നില്ല ഏട്ടനാ. എല്ലാം പല തരത്തിലുള്ള തായ്ലൻഡിലെ പല സ്ഥലങ്ങളിലുള്ള വണ്ടികളിവിടെ വന്നിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പുറമേ നിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല, എഞ്ചിനെല്ലാം ഫുള്ള് മോഡിഫൈഡ് ആയിട്ടുള്ള നല്ല ഗംഭീരമായ വണ്ടികളാണ്. കണ്ടോ, ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാണാത്ത തരത്തിലുള്ള കണ്ടാ, വേറെ തരത്തിലുള്ള സൈലൻസർ കണ്ടോ. മോഡിഫൈഡ് ഐറ്റംസ് ആണ്.
അറിയുന്നവർക്ക് അറിയാം എന്താ സംഭവം എന്നല്ലോ. എനിക്കിതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇവിടെ ഇല്ല, ഫുള്ള് സ്റ്റിക്കർ ചെയ്തിട്ടൊരു വണ്ടിയാണ് സ്വിഫ്റ്റിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗംഭീരമായ മോഡിഫിക്കേഷൻ അല്ല, സ്റ്റിക്കർ വർക്കിൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റിക്കർ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പലതരത്തിലുള്ള സ്റ്റിക്കറുകൾ ഇവിടെ ഇല്ല. ഇവർ എന്തോ ഒരു ഇതാണ് ലൂബ്രിക്കൻസിൻ്റെ എന്തോ ഒരു സംഭവമാണ്. നമുക്കിത് എറിഞ്ഞു നോക്കാം. അനീഷമേ, നമുക്കിത് എറിയാണ്. ഈ സാധനം വെച്ചിട്ട് എന്തോ ഒരു ഗെയിമാണ്, നമുക്ക് എറിഞ്ഞു നോക്കാം. ഒന്നാടെ കൊണ്ടിട്ടുണ്ട്. ഓ നോ 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 എന്തോ കിട്ടി, നമുക്ക് നോക്കാം. ഓ ഐ ഗോട്ട് ദിസ് വൺ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തോ ചെറിയ ഗെയിം പോലെ സംഭവമാണ്. ഇവിടെ ലൂബ്രിക്കൻസി സ്റ്റിക്കറിൻ്റെ എല്ലാം തന്നെ ഒരുപാട് അവരെ പരസ്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ സാധനം ഇതാണ്ടിരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ബീച്ചാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അകത്താണ് നമ്മൾ കയറാൻ പോകുന്നത്. പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും നമ്മുടെ ബീച്ചിൽ പോയ പ്രകൃതി നമുക്കിവിടെ കാണാൻ പറ്റുമോ. പിന്നെ നക്കോൺ പത്തോം പ്രൊവിൻസിലാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കാണാനുള്ളത്. സാധാരണ ബീച്ചുകളിലും കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ഇരിക്കേണ്ട കുറേ ചെയർസിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ ഈ ഏരിയ ഫുള്ള് ഒരു ബീച്ച് പോലെ തന്നെ നല്ല കാറ്റും നല്ല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നിൽക്കുന്നുണ്ട്. ഇതാ അവിടെ നല്ല രാത്രിയാകുമ്പോൾ നല്ല പാട്ടും വൈബെല്ലാം വരും. വാവ്, ഗംഭീരം. ഇപ്പോഴത്തെ എല്ലാം നല്ല ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടിതാ ഇതിൻ്റെ നടുവിൽ ഇതാ ഇവിടെ ഇതാ നല്ല ഒരു ചെറിയൊരു തടാകം പോലെ ആക്കിയിട്ടാണ് ഇവർ അത് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് ബീച്ച് പോലെ കളിക്കാൻ പറ്റും. കണ്ടോ, ബീച്ച് പോലെ സൈസ് പൂയലിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡിലെല്ലാം ഓരോ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേരെല്ലാം വന്നിട്ട് നല്ലോണം അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ കളിക്കാൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാ ഇവിടെ എല്ലാം ഫുള്ള് ആൾക്കാരുണ്ട്. ശരിക്കും ബീച്ച് പോലെ തന്നെ ഉണ്ട്. അടിപൊളി. ആർട്ടിഫിഷ്യലാന്ന് ആർക്കും വരാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെറിയ മക്കളല്ല ഇവിടെ എന്താ ബോട്ടിങ്ങും മറ്റുള്ള പരിപാടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ നടക്കാനല്ലോ. ഇത് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കൂടി ഇങ്ങനെ നടക്കാം കേട്ടോ. പൊട്ടിപ്പോകുന്നറിയില്ല. ഇതാ ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്ന് പോയിട്ട് നമുക്ക് ഇങ്ങനെ അടിപൊളി ആർട്ടിഫിഷ്യൽ ബീച്ച് ഇങ്ങനെയുണ്ട്. തകർത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓടി വന്നിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനത്തെ ഉള്ള എല്ലാവരും ഓപ്ഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഓരോ ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തോണിയിലെടുത്തിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താണ് വൈബ്, അടിപൊളി. യോ ആർട്ടിഫിഷ്യൽ. ഇതാരെങ്കിലും പറയും ഇതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണെന്ന് ആരെങ്കിലും പറയും. ഈ സൈഡിലെല്ലാം നമുക്ക് കുറേ തെങ്ങിനെ പോലത്തെ ചെറിയ തെങ്ങെല്ലാം നട്ടിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ചെറിയ മക്കളെയും ഫാമിലിയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇതാ ചെറിയ മക്കളെല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് എന്താ രസം. ഇത് വലിയൊരു ഏരിയ ആണ്, ചെറുതൊന്നുമല്ല, പടാ ഏരിയ ആണ്. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങളെന്തായാലും ഇത് അധികം അറിയപ്പെട്ട് തുടങ്ങിയില്ല. നക്കോൺ പത്തോം പ്രൊവിൻസിലാണ് ഈ സംഭവം ഉള്ളത്. അത് ശരിക്കും ബാങ്കോക്ക് നിന്ന് വരികയാണെങ്കിൽ 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയില്ലൂ. നമുക്ക് ഗംഭീരമായത് അവിടെ എല്ലാം ബോട്ടുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ടൂറിസത്തിൻ്റെ പല സാധ്യതകൾ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണിമൂൺ നമ്മളിപ്പം വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ അവരിങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റൂമും കാര്യങ്ങളും ഉണ്ടോ. അപ്പുറത്തെല്ലാം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വീടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. എന്താ രസമല്ലേ. അപ്പുറത്ത് ഈ സൈഡിലാണ് ബീച്ച്. ഇവിടെ കുറേ വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സും മറ്റുള്ള സംഭവങ്ങളിലാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേ അടിക്കാനുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും.
ഇതാ എന്താ വൈബ് അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ അടിക്കാം. ഉണ്ടോ ഇവിടെ മെഡ്സായ റിസോർട്ട് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര്. എന്താ ഗംഭീരമല്ല. അതുകൊണ്ട് ഒരുപാട് റൂമുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഫെസിലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ നഗർപത്തം പ്രൊവിൻസിലെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ അടിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഏരിയാസ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. വട്ടത്തുണ്ടിൽ പിള്ളേർ കളിക്കുന്നത് നല്ല അടിപൊളിയായിട്ട്. നല്ല വൈബായിട്ടാ. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഈ പല ബീച്ച് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും എന്നാ നമുക്ക് അവിടെ സ്റ്റേ അടിക്കാനുള്ള ചില പ്രശ്നങ്ങളും വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ആരുമില്ല. എനിക്കൊന്നും എടുത്ത് ടൂറിസം ഇവിടെ ആരും അറിഞ്ഞു തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. നല്ലൊരു ബീച്ച് സൈഡിലൊരു വൈബ് അങ്ങോട്ട് കിട്ടും. അപ്പുറത്ത് കുറേ റിസോർട്ടുകളുണ്ട്. ഓക്കെ, നഗർപത്തം പ്രൊവിൻസിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ലിങ്കിൽ ഇടാം. നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരുപാട് അതിൻ്റെ മേലിലും കയറി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഇന്ന് അറിയില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ വരാത്തത്, അല്ലെങ്കിൽ അറിയപ്പെടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കാരണം ഒറിജിനലായിട്ട് ബീച്ചുകൾ തായ്ലൻഡ് ഒരുപാടുകളുണ്ടല്ലോ. അതുകൊണ്ട് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ബീച്ചുകൾ വരാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് ആൾക്കാർ ഇല്ലാത്തത്. നോക്കാം, എന്തായാലും ഫ്യൂച്ചറിൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് പാട്ട് രാത്രി ആകുമ്പോൾ കുറച്ചും കൂടി രാത്രി 8 എനിക്കൊന്നും ഇത് 8 മണി വരെ ക്ലോസ് ആവും. അതാ പ്രശ്നം. ഇവിടെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു സ്റ്റീക്കിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ ഇവർ ഓരോ ബ്രേക്ക് ഓയിലും ബ്രേക്ക് ക്ലീനർ സ്പ്രേ ഉണ്ട്. ബ്രേക്ക് ക്ലീനർ സ്പ്രേയും പിന്നെ ഇവിടെ റേസിംഗ് നട്ടിൻ്റെ ഓരോ പാർട്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മോട്ടോ സ്പോക്കർ ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കേട്ടോ, ഇത് ടീഷർട്ടാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയായി നല്ല ലൈറ്റിലും വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഒരു മിഡ് നൈറ്റ് കാർ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സംഭവമാണ്. അതിൻ്റെ ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിപാടി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പോലുള്ള ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സ്വിഫ്റ്റിൻ്റെ അവരെ മോഡിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കാറായിട്ട് ഇവിടെ വന്നിട്ട് അവരെ ബിസിനസ് ചെയ്യാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഗംഭീര സംഭവമാണ്. ഒരുപാട് മോഡിഫിക്കേഷൻസ് ആയിട്ടുള്ള കാറാണ്. ലൈറ്റിൽ നോക്കിയിട്ട് വാ, ഇത് കണ്ട കാറിന് ലൈറ്റ് കണ്ടിട്ടാണ്ട.
നമ്മൾ ഈ ഒരു വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അപ്പം അതിന് പോലീസ് വന്ന് ചിലപ്പോൾ പിടിച്ചു വരും. സത്യം പറഞ്ഞാൽ ഇതൊരു ഫുള്ള് കാറിൻ്റെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഒരു രാത്രി മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവർ നടത്തുന്നത്. എല്ലാം മോഡിഫൈഡ് കാറുകളാണ്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം അവർ തായ്ലൻഡിലെ ഗവൺമെൻറ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു നൈറ്റിലെ ഈ ഒരു പരിപാടി. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഇവർ വന്നിട്ട് ഇവർ ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നതും. ഈ കാണുന്ന കാറുകളൊക്കെ ഇങ്ങനെ കാണുന്നത്, ഈ കാണുന്ന കാറുകളൊക്കെ അവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ടാണ് ഓരോ പരിപാടിയായിട്ട് പ്രോഗ്രാം നടത്തുന്നത് അല്ലേ. ഇതൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ശരിക്കും ഇത് കാണണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നോക്കിയിട്ട് എത്രത്തോളം മനോഹരമായ മോഡിഫിക്കേഷൻസാണ് വണ്ടിയിൽ വരുത്തിയിരിക്കുന്നത്. നോക്കിയിട്ട് എന്താ രസമായ അല്ലേ. കാറുകളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോകം തന്നെയാണ് ശരിക്കും തായ്ലൻഡ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം മോഡിഫൈഡ് കാർസാണ് എല്ലാം. ശരിക്കും ബോഡീന് അത്ര മോഡിഫിക്കേഷൻ ഇല്ലെങ്കിലും ഫുൾ എഞ്ചിനും അതിൻ്റെ RPM അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായ എന്താ പറയുക മോഡിഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള വണ്ടികളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വൈഭവ് സൈനിങ് ഓഫ്.